യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 5. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അതിനായി യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടിൻ വാതിലിന് സമീപം ബെഥെസ്ദ എന്ന എബ്രായ ഭാഷയിൽ വിളിക്കുന്ന ഒരു കുളമുണ്ട്. അതിന് 5 മുഖമണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ വ്യാധികളുള്ളവർ, അന്ധർ, മുടന്തർ, ശരീരം ശോഷിച്ചവർ തുടങ്ങി വലിയൊരു കൂട്ടം കുളത്തിലെ വെള്ളം ചലിക്കുന്നത് കാത്ത് കിടന്നിരുന്നു. പ്രത്യേക സമയങ്ങളിൽ കർത്താവിൻ്റെ ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം ഇളക്കും. വെള്ളം ഇളകിയതിന് ശേഷം ആദ്യം കുളത്തിലിറങ്ങുന്ന ആൾ ഏത് രോഗം ബാധിച്ചവൻ ആയിരുന്നാലും സുഖം പ്രാപിക്കുമായിരുന്നു. 38 വർഷമായി സുഖമില്ലാതിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ കിടക്കുന്നത് യേശു കണ്ടു. ദീർഘകാലമായി ആ മനുഷ്യൻ ആ അവസ്ഥയിൽ കഴിയുകയാണ് എന്നറിഞ്ഞിട്ട് അയാളോട്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അതിനാ രോഗി യേശുവിനോട്, യജമാനനെ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ വരുമ്പോഴേക്കും എനിക്ക് മുമ്പായി മറ്റൊരാൾ ഇറങ്ങിക്കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. യേശു അയാളോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യന് സുഖമായി കിടക്കയെടുത്ത് നടന്നു. അതൊരു ശബ്ബത്ത് ദിവസമായിരുന്നു. അതുകൊണ്ട് സൗഖ്യമായ മനുഷ്യനോട്, യഹൂദന്മാർ ഇന്ന് ശബ്ബത്തായതിനാൽ നിന്റെ കിടക്ക ചുമക്കുന്നത് അനുവദനീയമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ, എന്നെ സുഖപ്പെടുത്തിയ ആളാണ് എന്നോട് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞത് എന്ന് മറുപടി നൽകി. കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞ ആ മനുഷ്യൻ ആരാണ് എന്നവർ അയാളോട് ചോദിച്ചു. ആ സ്ഥലത്ത് വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നതിനാൽ യേശു ഒഴിഞ്ഞ് മാറിപ്പോയിരുന്നു. അതിനാൽ അതാരായിരുന്നുവെന്ന് സൗഖ്യമായ മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് കണ്ട് അയാളോട്, നോക്കൂ, നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. കൂടുതൽ ദോഷമായത് സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശുവാണെന്ന് യഹൂദന്മാരോട് പറഞ്ഞു. യേശു ശബ്ബത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. യേശു അവരോട്, എൻ്റെ പിതാവ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ശബ്ബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് വിളിച്ച് സ്വയം ദൈവത്തോട് സമനാക്കിയ കാരണത്താലും യേശുവിനെ കൊല്ലാൻ യഹൂദർ പൂർവാധികം ശ്രമിച്ചു പോന്നു. അതിന് യേശു ഉത്തരം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും അതുപോലെ തന്നെ ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, അവിടുന്ന് ചെയ്യുന്നതെല്ലാം പുത്രന് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും പിതാവ് പുത്രന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കാതെ ന്യായവിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ പുത്രനെയും എല്ലാവരും ആദരിക്കേണ്ടതിന് തന്നെ. പുത്രനെ ആദരിക്കാത്തവൻ തന്നെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലേക്ക് വരാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് സ്വയം ജീവനുള്ളതുപോലെ പുത്രനും സ്വയം ജീവനുള്ളവനാകാൻ പിതാവ് നൽകിയിരിക്കുന്നു. താൻ മനുഷ്യപുത്രൻ ആയതിനാൽ ന്യായവിധി നടപ്പാക്കാനുള്ള അധികാരവും പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവരെല്ലാം തൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ പ്രവർത്തിച്ചവർ ജീവനിലേക്കുള്ള പുനരുത്ഥാനത്തിനും തിന്മ ചെയ്തിട്ടുള്ളവർ ന്യായവിധിക്കുള്ള പുനരുത്ഥാനത്തിനും എഴുന്നേറ്റ് വരും. എനിക്ക് സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കേൾക്കുന്നതിന് ഒത്തവണ്ണം ന്യായം വിധിക്കുന്നു. എൻ്റെ വിധി നീതിയുള്ളതാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് സ്വയമായി സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം നിയമപരമായി അംഗീകരിക്കപ്പെടില്ല. എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്ന മറ്റൊരാളുണ്ട്. അദ്ദേഹം എന്നെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു. അദ്ദേഹം സത്യത്തിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. ഞാൻ
മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ല, പകരം നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാനിത് പറയുന്നത്. യോഹന്നാൻ ജ്വലിച്ചു തിളങ്ങുന്ന വിളക്കായിരുന്നു. അല്പസമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രകാശത്തിൽ ഉല്ലസിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. എന്നാൽ യോഹന്നാൻ്റേതിലും ഉന്നതമായ സാക്ഷ്യമാണ് എനിക്കുള്ളത്. പൂർത്തിയാക്കാനായി പിതാവ് എനിക്ക് നൽകിയതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്നതിന് എനിക്കുള്ള സാക്ഷ്യമാണ് അവ. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ പോലും അവിടുത്തെ ശബ്ദം കേട്ടിട്ടില്ല, അവിടുത്തെ രൂപം കണ്ടിട്ടുമില്ല. അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എന്തെന്നാൽ പിതാവ് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ തിരുവെഴുത്തുകൾ പരിശോധിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. അവയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. എങ്കിലും നിങ്ങൾക്ക് ജീവൻ ലഭിക്കേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ സന്നദ്ധരല്ല. ഞാൻ മനുഷ്യരിൽ നിന്നും പുകഴ്ച സ്വീകരിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് എനിക്കറിയാം. എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്, എങ്കിലും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. മറ്റൊരാൾ സ്വന്തം നാമത്തിൽ വന്നാൽ അയാളെ നിങ്ങൾ സ്വീകരിക്കും. നിങ്ങൾ പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്നും വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാനാകും? പിതാവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തും എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റം ചുമത്തുക. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. എന്തെന്നാൽ മോശ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ മോശയുടെ ലിഖിതങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും?